കണ്ണൂർ എടിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ്, അതൊരു ആത്മഹത്യയല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാർ വിശ്വസിക്കുന്നു. അതുപോലെ ആ മരണത്തിന് പങ്കാളികളായി കണ്ണൂരിലെ CPM നേതൃത്വം, ആ നേതൃസ്ഥാനത്തുള്ള പലരും അതിൽ പങ്കാളികളാണ്. അവരുടെ ബിനാമി ഇടപാടുകളാണ് ആ മരണ കാരണമായി കണ്ടുവരുന്നത്. അതിന് ചട്ടുകുമായി നിന്നുകൊടുത്തതാണ് PP ദിവ്യ. അതിനുവേണ്ടി സംഘടിപ്പിച്ചു കൊടുത്തതാണ് അവിടുത്തെ യാത്രയപ്പ് ചടങ്ങ്. ഇത്രയുമാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ എത്തി നിൽക്കുന്നത് സുപ്രീം കോടതിയിലാണ്. ഇതിനിടയിൽ ഹൈക്കോടതിയിലെ നാടകങ്ങളും വക്കീലിന്റെ കരണമറച്ചിലിന് ശേഷം സുപ്രീം കോടതി മഞ്ജുഷയുടെ ഹർജി തള്ളുമ്പോൾ ഒരു കാര്യം ഇനി നമ്മൾ ചിന്തിക്കണം. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നുള്ള ആ ഒരു ചിന്ത തന്നെ ഉപേക്ഷിക്കണം. PP ദിവ്യ പ്രതിയല്ല, അതുപോലെ മറ്റുള്ളവരും CPM നേതാക്കളും ആരും പ്രതിയല്ല. ആത്മഹത്യ ചെയ്തതിന്റെ കാരണം സ്വയപ്രേരിതം, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ആത്മഹത്യ പ്രേരണ. PP ദിവ്യയുടെ മേൽ ചാർത്തപ്പെട്ട കുറ്റം നേരെയെടുത്ത് നാളെ മഞ്ജുഷയുടെ മണ്ടൽ വെച്ചു കൊടുത്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ.